വേണമെങ്കിൽ ഇവിടെ ഏറ്റവും കുറഞ്ഞത് 55,000 രൂപയാകും ഒരു മാസം ജീവിച്ച് പോകാൻ. വെള്ളവും കറണ്ടും ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പിയിട്ടാൽ പോലും കാശ് കൊടുക്കണം. അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് വളരെ മോശമായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഇത് മാത്രം കണ്ട് നിൽക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര വലുതായിട്ട് നമുക്ക് തോന്നും. അതങ്ങനെ തന്നെ ആണല്ലോ. അന്ന് ഞാൻ വിചാരിച്ചു അയ്യോ ഇത് ചിലപ്പോൾ എൻ്റെ ചാനലങ്ങ് റീച്ച് ആയതായിരിക്കുമെന്ന്. പിന്നെ മനസ്സിലായത് ഈ ഒരു കണ്ടൻറ്റ് ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. എന്താ അതെങ്ങനെ നിങ്ങളൊക്കെ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ? നമ്മൾ വേറെ എന്തിനെങ്കിലും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾക്കാർക്കും കാണാൻ ഒരു താല്പര്യമില്ല. ബട്ട് വൈ നിങ്ങൾ സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്കിത് കണ്ടാൽ സന്തോഷം വരുമോ? യു ആർ ടു ക്രൂവൽ. ഓക്കെ, ഞാനൊന്നും പറയണില്ല. മറ്റാളിൻ്റെ വിഷമം കണ്ട് നമ്മൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. എനിക്കൊരു വരുമാനം നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചിന്തിക്കാതെ ആ പൈസ കിട്ടുന്ന പൈസ അത് മൊത്തം ചിലവാക്കി തീർക്കുകയും. ഹലോ, അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷവാനാണ്. ആൻഡ് ലിറ്ററലി ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്നലെ ഞായറാഴ്ച ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചുതരാം. ഇവിടുത്തെ കുറച്ചൊരു കാര്യങ്ങൾ. അതായത് കണ്ടോ, ഞാൻ എന്നും വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് വാഹനം അധികം കാണാറില്ലല്ലോ. ബട്ട് സൺഡേ അവധി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നോക്കിയാലുള്ള ഒരു ഇതാണ്. ഇനിയിപ്പോൾ ഈ സ്ട്രീറ്റിൽ തന്നെ വാഹനങ്ങൾ കിടക്കുന്നത് ഞാൻ കാണിച്ചുതരാം. എന്തോരം വാഹനങ്ങളാണ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കുന്നതെന്ന്. നമ്മൾ സാധാരണ ഇവിടെ വരുമ്പോൾ ഒരു വാഹനങ്ങളും അങ്ങനെ കാണാത്തതാണ്. പക്ഷേ അപ്പുറത്തൊക്കെ കിടക്കുന്നുണ്ടോ വണ്ടിയിൽ. രാവിലെ ആരും എഴുന്നേറ്റ് പോയിട്ടില്ല, അത് വേറെ കാര്യം. ബട്ട് ഈ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ശരിക്കും വാഹനങ്ങളാണ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ ഈ വീഡിയോ ഒക്കെ കാണുന്നത്, ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റൊക്കെ ചെയ്യുക. അതുപോലെ അതിൻ്റെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താലേ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇനി അഥവാ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബെല്ലൈക്കൺ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഒന്ന് നോക്കുക. കാരണം എല്ലാവരിലേക്കും എത്തുന്നില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അത് എൻ്റെ പ്രശ്നമാണോ അതോ ഇനി യൂട്യൂബിൻ്റെ പ്രശ്നമാണോ അതോ നിങ്ങൾ കാണാത്ത പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ, ഈ ഒരു കാര്യമൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതുവരെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ അധികം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അത് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുമ്പോട്ട് നല്ല രീതിയിലൊന്ന് ഡെവലപ്ഡായി പോകാനൊരു മോഹം കൊണ്ടു ഞാൻ ദൂരേതോ പോട്ടെ. എനിവേ, നമുക്കെന്നാ വീഡിയോയിലേക്ക് കിടക്കാം. വക്കമോ, ഇത് നല്ല പഴക്കമുള്ള വാഹനമാണ്. ഇതൊക്കെ നല്ല പഴക്കമുണ്ട് കേട്ടോ. ഞാൻ ഈ വാഹനം കാണിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? എൻ്റെ ബാക്കിൽ കണ്ടോ വണ്ടി കിടക്കുന്നത്. ഇതൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പൊടിയും അടിച്ച് ഇതാണ്ട് അഴുക്കും പിടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടോ വാഹനങ്ങൾ. ഒരു വൃത്തിയെന്ന് പറഞ്ഞ സാധനം നമുക്ക് 7 അയലത്ത് കാണാൻ കഴിയില്ല ഈ വാഹനങ്ങളുടെ. അത് ഞാനിപ്പോൾ നിൽക്കുന്നത് അജ്മാൻ എന്ന് പറയുന്ന സ്ഥലമാണേ. അപ്പോൾ ഈ അജ്മാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനൊരു റൂളില്ല, അതായത് നിയമം അത്ര സ്ട്രോങ് അല്ല. ഈ വാഹനങ്ങൾ വളരെ മോശം കണ്ടീഷനിൽ റോഡിലൂടെ കൊണ്ട് നടക്കുകയോ അല്ലെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്നതിലോ ഒന്നും യാതൊരു കൺട്രോളും ഇല്ല. അല്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഫൈനോ അങ്ങനെയൊന്നുമില്ല. ഞാനത് ഫൈനിൻ്റെയും കൺട്രോളിൻ്റെയൊക്കെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ റോഡിലൂടെ ഇത് ഓടിക്കുമ്പോൾ അജ്മാൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തോട് ഇതിപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന റണ്ണിങ് പുതിയ മോഡൽ വണ്ടിയാണ്. ഇതില്ലാത്ത അഴുക്ക് കണ്ടോ? ഇത് നമ്മുടെ നാട്ടിൽ പോലും ഈ ഒരു കണ്ടീഷൻ ആരും യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഭയങ്കര പൈസയാണ്. ഇപ്പോൾ ഒരു വാഹനം വാഷ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കൊടുക്കണമെന്ന് വെച്ചാൽ അതൊക്കെ നല്ല പൈസയാണ്. നല്ല പൈസ ആവുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് മടിയുമാണ് അത് ചെയ്യിക്കാനും ചെയ്യാനും ഒക്കെ. പിന്നെ വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദുബായ് പോലുള്ള മെയിൻ സെൻറ്ററുകളിൽ നടക്കുന്നൊരു കാര്യം, ഇങ്ങനെ അഴുക്കൊക്കെ ഉള്ള വാഹനങ്ങൾ, ഇതുപോലെ ചെളിയും പൊടിയും പറ്റിയിരിക്കുന്ന വാഹനങ്ങളുമായിട്ട് അവിടുത്തെ റോഡിലൂടെ ഓടിപ്പോയി കഴിഞ്ഞാൽ ഫൈൻ അടിക്കും. അവർ ലൈസൻസിൽ എന്തൊക്കെ ചെയ്യും, അങ്ങനെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. കാരണം അവിടെ അത്രയും വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ടൗണും, അതുമാത്രമല്ല വിദേശികൾ വന്ന് മറിഞ്ഞ് കൂടുന്ന ഒരു ഇതും എൻ്റർടൈൻമെൻറ്റ്, അതായത് ഈ എന്താ പറയുക, നമുക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ഥലവും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു രീതിയിലും ആൾക്കാർക്ക് ഒരു എന്താ പറയുക അയ്യേ എന്നൊരു ഫീൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. ആ സാധനം ഇങ്ങോട്ടെങ്ങും ഇല്ല. അതായത് യജമാൻ എന്ന് പറയുന്നിടത്തോട്ടും എനിക്കൊന്ന് ഷാർജയിലെങ്ങും ഒട്ടുമില്ല. അവിടത്തേക്ക് വണ്ടികൾ കണ്ട കോമഡിയാണ്. അപ്പോൾ
ഇവിടെയൊക്കെ നമുക്ക് വാഹനങ്ങളുണ്ട്, നല്ല കൂടിയ വാഹനങ്ങളും മറ്റുമൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ദുബായ് പോലുള്ള സെൻറ്ററുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരം അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞ മോഡൽ വാഹനങ്ങളൊന്നും നമുക്ക് കാണാൻ തന്നെ കഴിയത്തില്ല. അങ്ങനെ അവിടെ അങ്ങനെ അധികം യൂസ് ചെയ്തില്ല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ഇടിച്ച് അല്ലെങ്കിൽ ബാക്ക് ഇടിച്ച് അല്ലെങ്കിൽ സൈഡ് ഇടിച്ച് എവിടെയെങ്കിലും ആവട്ടെ ഒരു ആക്സിഡൻ്റൊക്കെ സംഭവിച്ചു എന്ന് വെച്ചോ, ആ ആക്സിഡൻറ്റ് സംഭവിച്ചാലും ആ വാഹനം ആക്സിഡൻറ്റ് പറ്റിയ വാഹനം ഇപ്പോൾ ഫ്രണ്ട് ബമ്പറൊക്കെ ഇളകി കിടക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഇട്ടുകൊണ്ട് ഇവിടെ അങ്ങ് ഓടും. എത്ര നാൾ വേണേലും കിടന്ന് ഓടും. ഇവിടെ റിപ്പയറിന് കൊടുക്കില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയോ? വാഹനങ്ങൾ റിപ്പയർ ചെയ്യാൻ കൊണ്ട് കൊടുത്താൽ ഭയങ്കര പൈസയാണ്, ഇവിടെ ചാർജ് കൂടുതലാണ്. ഇവിടെ ഈ ജീവിക്കാനാണ്, ദുബായ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതേ ഉള്ളൂ. ഇവിടെ ഉണ്ടാക്കുന്ന പൈസയുടെ നല്ലൊരു ശതമാനം ഇവിടെ തന്നെ പോവും. അത് വേറൊരു കാര്യം. അതായത് ഇങ്ങനെ കുറച്ച് വാഹനവും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഇവിടെ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച്, ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്നതായതുകൊണ്ട് ഞാൻ ഇന്ത്യ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 10,000 രൂപയ്ക്ക് നമുക്ക് ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റും. എക്സ്പെൻസ് ഒരു മാസത്തെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. എങ്കിൽ ഇനി പോട്ടെ നമ്മളൊരു റെൻറ്റ് ഹൗസിലാണ് താമസിക്കുന്നതെങ്കിൽ പ്ലസ് ഒരു 10,000 കൂടെ, 10,000 അല്ല ഇവിടുത്തെ കണ്ടീഷൻ വെച്ച് നമ്മൾ താമസിക്കുന്ന അവസ്ഥയൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു 5,000 രൂപയ്ക്കൊക്കെ നാട്ടിൽ കിട്ടുന്ന വീടുണ്ടല്ലോ, അത് ഭയങ്കര സൂപ്പറായിരിക്കും. അപ്പോൾ എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് നമുക്ക് മാസ ചിലവുകൾ നടന്നു പോകും. 5,000 രൂപയ്ക്ക് ഒരു വീടും കിട്ടും നാട്ടിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്നൊരു കണ്ടീഷനിൽ 15,000 രൂപ ഒരു ഫാമിലിക്ക്, 4 പേരുള്ള ഒരു ഫാമിലിക്ക് 15,000 രൂപ എക്സ്പെൻസ് എന്ന് നമ്മൾ ഏറ്റവും കുറഞ്ഞത് കൂട്ടുകയെന്ന് വെച്ചോ. ഇവിടുത്തെ നമ്മൾ ഏറ്റവും കുറഞ്ഞത് മാത്രമാണ് പറയാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു 4 പേർക്ക് ഒരു ഫ്ലാറ്റിൽ താമസിച്ച് പോകണം എന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്കിവിടെ താമസിച്ച് പോകണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1,500, 1,300, 1,500 നമുക്ക് ഒപ്പിക്കാൻ പറ്റും കേട്ടോ, കിട്ടും. ആരോ 1-2 പേരൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു, അയ്യോ അതിനൊന്നും ഇവിടെ ഒന്നും കിട്ടത്തേ ഇല്ല എന്നൊക്കെ. അപ്പോൾ അല്ല കേട്ടോ, നമുക്ക് കിട്ടും. 1,500, 1,300 അത് നമ്മൾ ജീവിക്കാനും കൂടെ തയ്യാറാവണം അതിൽ, അത്രേ ഉള്ളൂ. അപ്പോൾ 1,300-നും 1,500 ദിർഹം, ഇന്ത്യൻ മണിയല്ല ദിർഹം, അതായത് നാട്ടിലെ ഏകദേശം ഒരു 35,000 രൂപ ഒരു മാസം മിനിമം റെൻറ്റ് വരും. ഒരു ഫ്ലാറ്റ് മീൻസ് ഒരു 1 BHK, ഒരു ബെഡ്റൂമും ഒരു അടുക്കളയും ഒരു ബാത്റൂമും മാത്രമേ കാണൂ. ആ ഒരു സംഭവത്തിന് ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് നാട്ടിൽ 5,000 രൂപയ്ക്ക് കിട്ടുന്നത് ഒരു പറമ്പടക്കമായിരിക്കും കിട്ടുന്നത്. ബട്ട് ഇത് ഒരേ ഒരു ബെഡ്റൂം, ഒരു ബിൽഡിങ്ങിലെ ഒരു ഫ്ലാറ്റിൽ ഒരു ബെഡ്റൂം, ഒരു ബാത്റൂം, ഒരു കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾക്ക് നിന്ന് ഇങ്ങനെ നിന്നിട്ട് തിരിഞ്ഞാൽ ചിലപ്പോൾ ബാക്ക് കയറി ഇടിക്കും ഭിത്തിയിൽ, അത്ര സ്ഥലമേ കാണത്തുള്ളൂ. സോ ഈ ഒരു സംഭവത്തിനാണ് ഇവിടെ നമ്മൾ ഏകദേശം നാട്ടിലെ എമൗണ്ട് ഒരു 35,000 രൂപയിലും മിനിമം റെൻറ്റ് കൊടുക്കുന്നത്. പിന്നെ ഫുഡ് എക്സ്പെൻസ് അത് നമുക്കൊരു 700-800 ദിറംസ് എന്തായാലും ആകും. 700-800 ദിറംസ് എന്നൊക്കെ പറയുമ്പം ഏറ്റവും ചുരുങ്ങി പിടിച്ചാണ് ഞാൻ പറയുന്നത്. 700-800 ദിറംസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം ഒരു 20,000 രൂപ അതും ആകും. അപ്പോൾ 55,000 രൂപ ടോട്ടലായി. ഇത് ഈ ഒരു എക്സ്പെൻസ് മാത്രം നമ്മൾ നോക്കിയതാണ്. 15,000 രൂപ ഏറ്റവും കുറഞ്ഞത് നാട്ടിൽ നിൽക്കാൻ ആവുമെങ്കിൽ ഇവിടെ ഏറ്റവും കുറഞ്ഞത് 55,000 രൂപയാകും ഒരു മാസം ജീവിച്ച് പോകാൻ കേട്ടോ. അതിൽ വെള്ളവും കറണ്ടും ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ വെള്ളവും കറണ്ടും നിങ്ങൾ ബാത്റൂമിൽ പോവില്ലേ, ഐ മീൻ അപ്പിയിട്ടാൽ പോലും കാശ് കൊടുക്കണം, അതിന് വരെ കാശ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊന്നും നമ്മളിത് കൂട്ടിയിട്ടില്ല. അതും കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-300 ദിറംസ് എക്സ്ട്രാ അതുകൂടെ കൂട്ടണം എല്ലാ മാസവും. അങ്ങനെ വരുമ്പം ഏകദേശം നമുക്കൊരു 55 എന്നുള്ളത് ഒരു 60-65 രൂപ മാസം ഇവിടെ എക്സ്പെൻസ് വരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു എക്സ്പെൻസ്. ഇനി ഞാൻ ഈ പറഞ്ഞു വന്നില്ലേ വാഹനങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞതിലും വാഹനങ്ങൾ എന്തുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ വൃത്തിയില്ലാതെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരൊറ്റ കാരണം ഇവിടെ അങ്ങനത്തെ വലിയ നിയമം കടുപ്പിച്ചിട്ടില്ല. ആൻഡ് ഇവിടെ അത്ര ഡെവലപ്ഡും അല്ല. ഈ ദുബായ് എന്ന് പറയുന്നൊരു ടൗൺ മാത്രമേ ഉള്ളൂ ഇവിടെ കാണാനൊരു ഭംഗിയും ഭയങ്കര ബിൽഡിങ്ങും മാങ്ങയും തേങ്ങയൊക്കെ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ഒരുമാതിരി ഭയങ്കര, നമ്മൾ അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് വളരെ മോശമായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഇത് മാത്രം കണ്ട് നിൽക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര വലുതായിട്ട് നമുക്ക് തോന്നും. അതങ്ങനെ തന്നെ ആണല്ലോ. അപ്പോൾ ഓക്കെ, എന്ത് തന്നെ ആയാലും ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ദുബായ് എന്ന് പറയുന്നിടത്ത് ഈ ഒരു സംഗതികളാണ് നടക്കുന്നത്. നമുക്ക് പുറത്തു വരുന്ന വീഡിയോസ് എല്ലാം അല്ലെങ്കിൽ കാണുന്നതെല്ലാം ദുബായ് എന്ന് പറയുന്നൊരു 10 കിലോമീറ്ററിനകത്തുള്ള കാര്യങ്ങളും കാഴ്ചകളും ഒക്കെയാണ്. 10 അല്ലെങ്കിൽ ഒരു 50 കിലോമീറ്റർ കൂട്ടിക്കോ, കോട്ടയം 100 കൂട്ടിക്കോ. ഇവിടെ അതിന് വേണ്ടി സ്ഥലം ഉണ്ടോ എന്തോ, 100 കിലോമീറ്റർ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എനിവേ അത്രയും കിലോമീറ്റർ കൂട്ടിക്കോ. ആ ഒരു കിലോമീറ്ററിനകത്തുള്ള ഒരു സ്ഥലങ്ങൾ മാത്രമാണ് ഈ ഭംഗിയിലും വൃത്തിയിലും അല്ലെങ്കിൽ കാണാനായിട്ടൊക്കെ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസും വിഷ്വൽസും ഒക്കെ നമ്മൾ കാണുന്നത്. ഇതിന് പുറമേ ഉള്ള സ്ഥലങ്ങളൊന്നും ഇവിടെ നിന്ന് ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൂടെ, ഇവിടെ നിന്ന് അങ്ങനെ കാണിച്ചുകൂടെ. ഇവിടുത്തെ ഒരു ഡീറ്റെയിൽസും ഇവിടുത്തെ ഒരു കുറവ് എന്ന രീതിയിൽ ഒന്നും തന്നെ നമുക്ക്
പുറമെ വിഷ്വൽ മീഡിയയിലേക്ക് നമുക്ക് ഒന്നും വിഷ്വലി നമുക്കെടുത്തൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നിയമമല്ല ഇവിടെ നിയമം എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ രാജഭരണമാണ്. അപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് 3-4 മാറ്റണമെന്ന് വെച്ചാൽ അത് 3-4 മാറ്റി അങ്ങോട്ട് വിടും. ഇന്നലത്തെ നിയമം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഇരുന്ന് ഫുഡ് കഴിക്കുന്ന നേരത്ത് ആ ഒരു രസമില്ലല്ലോ ഇവിടെ, എന്നാൽ രാവിലെ എഴുന്നേറ്റ് അതങ്ങ് മാറ്റിയേക്കാം. അപ്പോഴേ എഴുന്നേക്കൊന്നും മാറ്റുന്നു. ഇവിടെ ഡെയിലി നിയമങ്ങൾ മാറും. അപ്പോൾ അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. എന്ന് വെച്ചിട്ട് ഒന്നും മോശം എന്നല്ല, പക്ഷേ മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാരും പറയത്തുമില്ല, പറയാനൊട്ട് അവർക്ക് പറ്റത്തുമില്ല, എനിക്കും പറ്റത്തില്ല കേട്ടോ. സോ ലീവ് ഇറ്റ്. ആണ് വാഹനങ്ങൾക്ക് അവിടെയുള്ള നിയമങ്ങൾ കൂടുതലായതുകൊണ്ട് അവിടെ വൃത്തിയായിട്ടുള്ള വാഹനങ്ങൾ നമ്മൾ കാണുന്നു. വൃത്തികെട്ട വാഹനങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു 50 കിലോമീറ്ററിന് അപ്പുറം ഉള്ള സ്ഥലങ്ങളിൽ പോയി നോക്കുക. അതായത് ദുബായ് ഒഴികെ ബാക്കിയുള്ള എല്ലാ എമിറേറ്റ്സിലോട്ടും പോയി നോക്കുക. അപ്പം നമുക്ക് കാണാൻ കഴിയും നല്ല സൂപ്പർ വൃത്തിയില്ലാത്ത കിടുക്കാച്ചി. ഓഹോ, ഒരു ഭയങ്കര ശോകമാണ്. അതായത് നമ്മുടെ നാട്ടിൽ പോലും ആ മോഡൽ ഇന്നോവയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത്രയും പഴയ ഇന്നോവയൊക്കെ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്, ജനിച്ച കാലത്തുള്ളത്. നല്ല സുഖമായിട്ട് ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. അതും ഈ ഒരു ചൂടത്തുണ്ടല്ലോ, ഈ ഗ്ലാസും ഒന്നും ഇടാതെ AC വർക്ക് ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. AC വർക്ക് ചെയ്യാത്തതുകൊണ്ട് അതൊന്നും ഇടാതെ ഓടിച്ചു പോകുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ലിറ്ററലി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഗുമ്മാമല്ലിപ്പൂവൊക്കെ ഉണ്ടല്ലോ, അത്ര അങ്ങ് ഒരു പൊങ്ങക്കവും താഴക്കോ ഒന്നും ഇല്ല എന്നുള്ളത് പറഞ്ഞതാണ്. അല്ലാതെ ഇപ്പം ദാരിദ്ര്യവും പട്ടിണിയും ഒന്നും അല്ല ഇവിടെ, അങ്ങനെയല്ല ഉദ്ദേശിച്ചേട്ടോ. എനിവേ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അധികം എനിക്ക് ഒരു ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിലും അല്ലെങ്കിൽ എനിക്ക് വിഷമമായിട്ടുള്ള ഒരു ഒന്ന് രണ്ടല്ല കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളത് പബ്ലിക്കിലേക്ക് അങ്ങ് പറഞ്ഞു വെക്കേണ്ടുന്നതോ അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തിടേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതിയിട്ടാണ് ഞാനതൊന്നും, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത്തരം നമ്മുടെ സങ്കടക്കടലുകളാണ് നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യമെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം. കാരണം എൻ്റെ ആകെ 2 വീഡിയോ ആണ് എൻ്റെ ഈ ഇത്രയും നാൾ വീഡിയോ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ള വീഡിയോ. അതെന്ന് പറയുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അത് എന്തോ ഞാൻ സാധാരണഗതിയിൽ വീഡിയോ ചെയ്യുമ്പോൾ കാണുന്ന കണക്ക് കുറച്ച് പേരെ കാണത്തുള്ളൂ എന്ന് കരുതിയാണ് അത് ചെയ്തിട്ടത്. കാണേണ്ട ആൾ കാണട്ടെ എന്ന് കരുതി. പക്ഷേ എന്തുകൊണ്ടെന്നറിയത്തില്ല, അത് കാണേണ്ട ആൾ കണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഇന്നാട്ടിലെ ജനങ്ങളെല്ലാവരും കണ്ടു എന്നുള്ളതാണ്. അയ്യോ, അതൊരു ഭയങ്കര ഇതായിപ്പോയി. അന്ന് ഞാൻ വിചാരിച്ചു അയ്യോ ഇത് ചിലപ്പോൾ എൻ്റെ ചാനലങ്ങ് റീച്ചായതായിരിക്കുമെന്ന്. പിന്നെ മനസ്സിലായത് ഈ ഒരു കണ്ടൻറ്റ് ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ എന്ന്. എന്താ അതെങ്ങനെ നിങ്ങളൊക്കെ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ? നമ്മൾ വേറെ എന്തിനെങ്കിലും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾക്കാർക്കും കാണാൻ ഒരു താല്പര്യമില്ല. ബട്ട് വൈ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ കാണും. ഇപ്പം നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടൻറ്റ് ഡെയിലി തരുന്നവരുടെ വീഡിയോസൊക്കെ കാണുക കേട്ടോ. ഡെയിലി ഇരുന്ന് സങ്കടക്കടലുകൾ കണ്ട് നിങ്ങളെന്ത് ചെയ്യും? സന്തോഷിക്കുമോ? അതോ നിങ്ങൾ സങ്കടപ്പെടുമോ? എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്? നിങ്ങൾ സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്കിത് കണ്ടാൽ സന്തോഷം വരുമോ? യു ആർ ടു ക്രൂവൽ. ഓക്കെ, ഞാനൊന്നും പറയണില്ല. മറ്റാളിൻ്റെ വിഷമം കണ്ട് നമ്മൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. എനിവേ, ഇവിടെ ഒരു ലാൻഡ് ക്രൂസർ കിടക്കുന്നുണ്ടോ? അത് നമ്മുടെ ബോസിൻ്റെ വണ്ടിയാട്ടോ. ഞാൻ നിൽക്കുന്ന കമ്പനിയുടെ ഓണറുടെ വണ്ടിയാണ്. മലയാളിയാണ്, കോഴിക്കോടുകാരനാണ്. ആൻഡ് നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ ഡെവലപ്പായി രക്ഷപ്പെട്ട് നല്ല ഒരു ജീവിതം നയിച്ചു പോകുന്നവർ ഒത്തിരി പേരുണ്ട്, നല്ല വളരെ ഭംഗിയായിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും അല്ലെങ്കിൽ എനിക്കും ആയാലും ഇവിടെ അതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമുള്ളൂ, റിസ്ക് എടുക്കാൻ തയ്യാറാവണം. നമ്മൾ റിസ്ക് ഏറ്റെടുക്കുന്നു, നമ്മൾ എന്ന് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നു, നമ്മൾ എന്ന് ഫണ്ട് ഇറക്കി ജീവിക്കാൻ അല്ലെങ്കിൽ ഫണ്ട് ഉണ്ടാക്കാൻ നമ്മൾ പ്രാപ്തനാവുന്നു, അന്നേ നമ്മളൊരു നല്ല ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ബിസിനസ് ചെയ്ത് നമ്മളൊരു ജീവിതത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയൂ. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ പൈസ ആയാലും അതല്ല റിസ്ക് ആയാലും ഇത് രണ്ടും നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ, അതൊന്നും അത്ര നല്ലതാണോ എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ തന്നെ ഒരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു സംഗതി ഒപ്പിക്കുന്നില്ലയോ നല്ലത്? നമ്മൾ വല്ലവൻ്റെയും ബിസിനസ്സിനകത്ത് കൊണ്ടുചെന്ന് ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് തന്നെ ഒരു നല്ല എന്ത് തന്നെ ആയാലും എന്തെങ്കിലും ഒരു നല്ല ബിസിനസ് ചെയ്തിട്ട് അത് നമ്മുടെ ബിസിനസ്സാണ്, നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. അത് നമുക്ക് ധൈര്യമുണ്ട്, പോയാലും നമ്മൾ കാരണം പോയെന്ന് പറയാം.
വല്ലവൻ്റെയും കുരുത്തക്കേട് കാരണം പോകുന്ന കാശിന് നമ്മുടെ കാശ് കൊണ്ട് കളയേണ്ട കാര്യമുണ്ട്. സോ ഇൻവെസ്റ്റ് ചെയ്യുന്ന വല്ലവൻ്റെയും കമ്പനിയിൽ കൊണ്ട് ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ വല്ലവൻ്റെയും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ട്, അത് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ നിങ്ങൾക്ക്? എനിക്കങ്ങനെ തോന്നുന്നു കേട്ടോ, അതായിരിക്കും ശരിയെന്ന് തോന്നുന്നു. അത്രയും ലാഭം എന്തായാലും നിങ്ങൾക്ക് എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും കിട്ടത്തില്ല. നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ തൊഴിൽ തുടങ്ങിക്കഴിഞ്ഞാൽ, അപ്പോൾ ആ നിങ്ങളെ അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക, എന്നിട്ട് നിങ്ങളൊരു ഇൻവെസ്റ്റ് ചെയ്യുക. എവിടെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് നിങ്ങൾ ചെയ്യുക. ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത് നല്ലപോലെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. കുറച്ച് മെനക്കേട് നമുക്കുണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. അത്രയേ ഉള്ളൂ. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൂടെ പോയാൽ ഒരു ചുരുങ്ങിയ കുറച്ച് നാളുകൾക്കകം തന്നെ നമുക്ക് നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് ജസ്റ്റ് ഫോളോ അപ്പ്, അതിൻ്റെ കൂടെ ഒന്ന് പോയാൽ മതി. അതങ്ങനെ അങ്ങ് പൊക്കോളും. ആ ഒരു ഫ്ലോയിൽ എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഇന്ന് എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും കാലഘട്ടവും ഒക്കെയാണ്. നമുക്കൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള. എന്നിട്ട് എന്തുകൊണ്ട് നീ ആവുന്നില്ല എന്നായിരിക്കും എന്നോട് ചോദിക്കുന്നത്. അതാണ് പിടിപ്പീട്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ജീവിതത്തെ എത്ര കണ്ട് അങ്ങോട്ട് സീരിയസ് ആയിട്ട് കാണാതിരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ദോഷവശം എനിക്കുള്ളത്. ഞാനത് എൻ്റെ ആയ കാലത്ത്, അല്ലെങ്കിൽ എനിക്കൊരു വരുമാനം നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചിന്തിക്കാതെ ആ കിട്ടുന്ന പൈസ അത് മൊത്തം ചിലവാക്കി തീർക്കുകയും അതല്ലെങ്കിലല്ല അതങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ഞാനിപ്പോൾ വെൽ സെറ്റിൽഡായിട്ട് നാട്ടിൽ സുഖമായിട്ട് കാലുമേ വെച്ചിരിക്കേണ്ട ഞാനാണ്. ഞാൻ ഇന്നും കിടന്ന് ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ അത് നമ്മുടെ പോരായ്മ തന്നെയാണ്. നമ്മൾ ആ പൈസ ഉപയോഗിക്കേണ്ട രീതി ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. കിട്ടുന്ന പൈസ കൊണ്ട് ചിലവ് നടത്തി പോവുക അല്ല വേണ്ടത്. അല്ലെങ്കിൽ നമുക്കൊരു ഫണ്ട് നമ്മുടെ കയ്യിൽ റേസായി ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം, ഒരു സാധനവും ഇല്ലാത്തൊരുത്തൻ, അതായത് സീറോ, എന്നെപ്പോലെ സീറോയിൽ ഇപ്പം നിൽക്കുന്ന ഒരുത്തൻ നമ്മുടെ കയ്യിലൊരു 10-20 ലക്ഷം രൂപ കിട്ടിയാൽ ഉടനെ കൊണ്ടു ചെന്നിട്ട് ഒരു വസ്തു മേടിച്ചിട്ട് അതിനകത്ത് ഇനി വീട് വെച്ചാൽ മതിയല്ലോ, അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ആ 10 അല്ലെങ്കിൽ 20 ലക്ഷം അവിടെ ബ്ലോക്ക്ഡ്, തീർന്ന്. വീണ്ടും നിങ്ങൾ കിടന്ന് പണിയെടുക്കണം 10 കൊല്ലം പൈസ ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്ത് കളയരുത്. ഈ ഫണ്ട് കൊണ്ട് ചെന്നിട്ട് ലാൻഡ് മേടിക്കുകയല്ല. ആ ഫണ്ട് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പറ്റുന്നൊരു ബിസിനസ് ബിസിനസ് ചെയ്യാൻ ഭയമാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഒരു കച്ചവടം, അല്ലെങ്കിൽ ഈ പൈസ വീണ്ടും ഇരട്ടിപ്പിക്കാൻ നോക്കണം. അതാണ് ബിസിനസ്. അത് നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും. മോശമായിട്ടൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊന്നും ചെയ്യാത്ത ആരുമല്ല ഈ ലോകത്തുള്ളവരൊന്നും നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവരും എല്ലാ തോന്നിയാസങ്ങളും ചെയ്ത് തന്നെ കാശുണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബട്ട് ദാറ്റ് ഈസ് അപ് ടു യു, നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ. പക്ഷേ ഏതായാലും നമ്മുടെ കയ്യിൽ കുറച്ച് ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫണ്ട് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇൻകം ജനറേറ്റ് ചെയ്യണം നിങ്ങൾ. അല്ലാതെ ആ സാധനം കൊണ്ട് ചെന്ന് പൂഴ്ത്തി വെച്ചിട്ടോ, അല്ലെങ്കിൽ ആ സാധനം വെച്ചിട്ട് നമുക്ക് ഒരു വീട് ഇല്ല എന്നുണ്ടെങ്കിൽ പോയി ഉടനെ ഒരു ലാൻഡ് മേടിച്ചിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ആ ഫണ്ട് മൊത്തം അവിടെ തീർന്നു. അതുകൊണ്ട് ആ ഫണ്ട് എടുത്ത് അങ്ങനെ ചെയ്യരുത്. അതുപോലെ വലിയ ലോണുകളും, നമ്മൾ ഒരു ചെറിയ ജോലിയിൽ നിന്നുകൊണ്ട് വലിയ ലോണുകളും എടുക്കാൻ ഒരിക്കലും പോകരുത്. നമുക്ക് ആ നിവൃത്തി ഉണ്ടാവട്ടെ, അന്ന് മതിയെന്നേ. ഇനി ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ജീവിതകാലം മൊത്തം ഒരു ബാങ്കിന് വേണ്ടിയൊന്നും ജീവിക്കാൻ പോകരുത് എന്നേ ഞാൻ പറയത്തുള്ളൂ. ആൻഡ് എന്ത് തന്നെയായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ കാണൂ, അല്ലെങ്കിൽ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഡെയിലി നമ്മൾ ബാങ്കിനെ കുറ്റം പറഞ്ഞിട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കമ്പനികളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ ചിന്തിക്കണം എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ. എനിവേ, ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. സീ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ടേക്ക് കെയർ. ബൈ.